നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നില്ല കനയ്ക്കും ഗോവിന്ദനും. ഗോവിന്ദേട്ട അയാൾ കബഡിയൊക്കെ നിരത്തി നോക്കിയിട്ടാ പറഞ്ഞത് ഈ കല്യാണം നടക്കില്ല എന്നുള്ള കാര്യം. അത് കേട്ടപ്പം മുതൽ എനിക്ക് ആകെപ്പാടെ ടെൻഷനാന്ന് പറഞ്ഞു. അപ്പോഴാണ് ഒരു കാറ് വന്നിരിക്കുന്നത്. ഇത് ആദർശ് കാറാണല്ലോ എന്ന് ഗോവിന്ദൻ പറഞ്ഞു. അങ്ങനെ നയനെ ആദർശം കൂടെ ഇറങ്ങി വരുമ്പത്തേനും കനക ഗോവിന്ദനോട് പറഞ്ഞു, ഗോവിന്ദേട്ട ഞാനേ നവീനും നന്ദുവിന്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം, അല്ലെങ്കിൽ അവര് തമ്മിലുള്ള ജാതകങ്ങളൊക്കെ ചേരൂന്നൊക്കെ ഞാൻ പറയത്തുള്ളൂ. ഗോവിന്ദേണ്ണു അങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അത് പിന്നെ അങ്ങനെയല്ലേ ഞാനും പറയത്തുള്ളൂ, നീ ധൈര്യമായിട്ട് പറഞ്ഞോളാൻ പറഞ്ഞു. അങ്ങനെ അവരങ്ങോട്ട് കയറി വന്ന് ഇനിയിപ്പൊ കനക ചോദിച്ചു, അല്ല എന്താ രണ്ടാളും കൂടെ പെട്ടെന്ന് പദവില്ലാത്ത വണ്ണമെന്ന് ചോദിച്ചു. ഒന്നുമില്ല, ഇതിലൂടെ പോയപ്പോ വെറുതെ കയറിയെന്നുള്ളൂ. ഗോവിന്ദൻ പറഞ്ഞു, മോളെ ഇങ്ങനെ അധികം യാത്രയൊന്നും ചെയ്യരുത്. ആദർശ് പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല ചാ, ഇനിയിപ്പം ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കണേ. അല്ല മോൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? എനിക്കൊരു പ്രശ്നമില്ല അമ്മയെന്ന് പറഞ്ഞു. അല്ല അമ്മ ക്ഷേത്രത്തിൽ പോയായിരുന്നോ? ആ ക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ചു. പിന്നെ നന്ദുവിന്റെ നവീമോന്റെ ജാതകങ്ങൾ തമ്മിൽ നോക്കണമായിരുന്നല്ലോ. എന്നിട്ടോ നല്ല പൊരുത്തമുണ്ട്, അവരുടെ ജാതകങ്ങൾ തമ്മിൽ ചേരും. ഈ കല്യാണം നടക്കുന്ന ജ്യോത്സ്യർ പറഞ്ഞിരിക്കുന്നേ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ വിവാഹം നടത്തണം. പക്ഷെ നയനയുടെ ആദർശിന്റെ മുഖത്തൊരു സന്തോഷമൊന്നും അവര് കണ്ടില്ല. ഇനിയിപ്പോ ഇത് വെച്ച് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല. നവീമോന്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് വന്ന ഉടനെ ഈ വിവാഹം നടത്തണമെന്ന അവനും പറയുന്നേ. പെട്ടെന്ന് ആദർശ് ചോദിച്ചു, അല്ല നന്ദുവിന്റെ ഇഷ്ടം നോക്കിയായിരുന്നോ? ഇനിയിപ്പോ അവളുടെ ഇഷ്ടം നോക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നേ എന്ന് ഗോവിന്ദൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം തന്നെ ഈ ആലോചന വന്നു കഴിഞ്ഞപ്പോ അനിയൻ നന്ദു നവീനും എല്ലാരും കൂടെ ഒത്തുകൂടിയില്ലേ, അതെന്തിനു വേണ്ടിയിട്ടാ? അവര് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഈ കല്യാണ ആലോചന വന്നപ്പോ തന്നെ നന്ദുവോട്ടിന് ഇഷ്ടപ്പെട്ടെന്ന് തോന്നേ, അതുകൊണ്ടല്ലേ. ഇനിയിപ്പൊ അതിന്റെ ചോദ്യത്തിനും പറച്ചിലൊന്നും ആവശ്യമില്ല. പിന്നെ നിങ്ങൾ രണ്ടാളും എല്ലാത്തിനും മുൻപന്തിയിൽ നിന്ന് കല്യാണം നടത്തണം കേട്ടോ, അറിയാലോ. അവിടുത്തെ മുത്തശ്ശിക്കൊക്കെ സന്തോഷമായിരിക്കും അല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും നയന ആദർശിനെ നോക്കി, അവർക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല. പിന്നീട് ഗോവിന്ദൻ പറഞ്ഞു, മോളെ എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണമെന്ന് ഞങ്ങളുടെ ആഗ്രഹം, അറിയാലോ. അങ്ങനെ കുറച്ച് സമയം അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ട് നയനെ ആദർശം കൂടെ പോകാനായിട്ട് ഒരുങ്ങാണ്. അല്ല നിങ്ങൾ എന്താ പെട്ടെന്ന് പോണേ? അത് പിന്നെ ഇതിലൂടെ ഈ വഴി ഒന്ന് പോയപ്പോ കയറിയെന്ന് മാത്രമേ ഉള്ളൂ. ആദർശ് പറഞ്ഞു, നീ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യുക, കുറച്ച് ദിവസം ഇവിടെ നിന്നോ നയനെന്ന് പറഞ്ഞു. വേണ്ട, അത് ശരിയാകത്തില്ല. 7-ാം മാസം എന്താണെങ്കിലും ഇവിടെ നിൽക്കേണ്ടല്ലേ, 7-ാം മാസം മുതല്. അതിനു മുമ്പ് നിന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പൊ അവിടുത്തെ അമ്മയ്ക്ക് വിഷമമാവും, അതുകൊണ്ട് വേണ്ട ആദർശേട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ നയനെ ആദർശം കൂടെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴേക്കും കനക ഗോവിന്ദനോട് പറഞ്ഞു, ഗോവിന്ദേട്ട എങ്ങനെയുണ്ടായിരുന്നു എന്റെ പെർഫോമൻസ്? കുഴപ്പമൊന്നുമില്ല, നീ പറഞ്ഞൊക്കെ അവര് വിശ്വസിച്ചെന്ന് തോന്നേ, പക്ഷേ അവരുടെ മുഖത്തൊരു സന്തോഷം കാണുന്നില്ലോ. കനക പറഞ്ഞു, എങ്ങനെ സന്തോഷം ഉണ്ടാവാനായിട്ടാ? അനി പറഞ്ഞു കഴിഞ്ഞല്ലോ, അനിയുടെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നന്ദു മാത്രമാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ. അപ്പൊ അതിൻ്റെതായ ഒരു വിഷമം അവരുടെ മനസ്സിൽ കാണുമായിരിക്കും, അതുകൊണ്ടായിരിക്കും. സാരമില്ല, എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും അനിയും നന്ദുവും തമ്മിലുള്ള വിവാഹം നടക്കാൻ പാടില്ല. ഗോവിന്ദൻ പറഞ്ഞു, അത് ശരിയാ, രണ്ട് മക്കളെ അങ്ങോട്ട് കെട്ടിച്ചയച്ചിട്ട് ഞാൻ അനുഭവിച്ച വേദന എന്താണെന്ന് എനിക്ക് അറിയത്തുള്ളൂ. ഇനി നന്ദുവിനെ കൂടെ വെച്ചൊരു പരീക്ഷണത്തിന് തയ്യാറല്ല. എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും നന്ദുവിനെ അവിടേക്ക് വിടില്ല എന്ന് ഗോവിന്ദൻ തറപ്പിച്ചു പറഞ്ഞു. പിന്നീട് നവീനെ കാണാനായിട്ട് നന്ദു ചെല്ലുവാണ്. അങ്ങനെ നന്ദുവിന്റെ മുഖത്തെ ടെൻഷൻ കണ്ടുകഴിഞ്ഞപ്പോ നവീൻ ചോദിച്ചു, എന്താ നന്ദു നിന്റെ മുഖത്ത് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടല്ലോ? അത് പിന്നെ നാളെ കോടതിയില് അനിയുടെ കേസ് വിളിക്കുമല്ലേ, അതിന് നീ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കണേ? കേസ് ബാധിക്കുന്ന ആള് ഞാനല്ലേ. അല്ല അത് പിന്നെ എനിക്ക് നല്ല ടെൻഷനുണ്ട്, നാളെ ഇനിയിപ്പോ കോടതിയിൽ നിന്ന് അവന് ഡിവോഴ്സ് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ. അപ്പൊ അവൻ എന്നെ വിശ്വാസം ഇല്ലല്ലേ? അല്ല അത് പിന്നെ നവീനേട്ട വിശ്വാസം ഇല്ലാത്തോണ്ടല്ല. അപ്പൊ അതുകൊണ്ട് റെക്കമെൻഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നിന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നേ. സ്വന്തം കൂട്ടുകാരനെ പോലെ അവനും വിശ്വാസം ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനൊന്നുമില്ല, എനിക്ക് ഒരു ടെൻഷൻ ആയതുകൊണ്ടാണ് ഞാൻ നവീനേട്ടനെ കാണാൻ വന്നേന്ന് പറഞ്ഞു. കാരണം ആ അനാമിക അവനായിട്ട് നന്നായിട്ടിട്ട് ചുറ്റിക്കുന്നുണ്ട്, അപ്പൊ അതുകൊണ്ടുള്ള സങ്കടത്താലോ. അങ്ങനെയാണല്ലേ. നന്ദു എന്താണെങ്കിലും കൂട്ടുകാരെ ചതിക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ല. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, നവീനേട്ടന് അവിശ്വാസം ഉള്ളതുകൊണ്ട് ഞാൻ വന്നൊന്നും അല്ല കേട്ടോ, പിന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാലോ എന്ന് കരുതിയിട്ടാ. വിഷമിക്കണ്ടെന്ന് പറഞ്ഞാൽ അവനോട്. നാളെ എന്താണെങ്കിലും കോടതിയിൽ അതിന് വേണ്ടുന്ന പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നീട് ഇനിയിപ്പം എനിക്ക് വിഷമമൊന്നും തോന്നരുതല്ലോ. അത് മാത്രമല്ല, പോരാത്തനിപ്പം നന്ദുവിന്റെ റെക്കമെൻഡേഷനും കൂടെ ഉണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ശരി, നാളെ അവന് കോടതിയിൽ നിന്ന് ഞാൻ ഡിവോഴ്സ് വാങ്ങിച്ചു കൊടുത്തിരിക്കും.
ഇപ്പൊ എന്താ നന്ദുവിന് സന്തോഷമായില്ലേ? ഒന്നുമല്ലേലും എന്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണ് ആദ്യമായിട്ട് റെക്കമെൻഡേഷനുമായിട്ട് വന്നല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ നന്ദുവിന്റെ മുഖമൊക്കെ ഇങ്ങോട്ട് മാറി. എന്താ നന്ദു, നന്ദു എന്താ ആലോചിക്കണേ? ഒന്നുമില്ല. എന്റെ അമ്മയാണെങ്കിൽ ഇതുവരെ ആയിട്ടും ഇതിന് സമ്മതിച്ചിട്ടൊന്നുമില്ല. അമ്മയോട് ഞാൻ കാര്യങ്ങൾ കൂടുതലായിട്ട് തുറന്നു പറഞ്ഞിട്ടുമില്ല. അപ്പോഴേക്കും നന്ദുവിന്റെ മനസ്സിലെ ചിന്ത, ഒരു കാരണവശാലും പത്മാന്റെ ഇതിന് സമ്മതിക്കരുതേ എന്നായിരുന്നു. എന്താ നന്ദു നീ ആലോചിക്കണേ? ഒന്നുമില്ല. അല്ല, നവീനേന്റെ അമ്മ സമ്മതിക്കാതെ ഈ ബന്ധം നടക്കുമെന്ന് ചോദിച്ചു. അമ്മയെ കൊണ്ടൊക്കെ ഞാൻ സമ്മതിപ്പിച്ചോളാം. അല്ല, നവീനൻ അറിയാലോ, എന്റെ 2 ചേച്ചിമാര് അനന്തപുരിയിലേക്കാ ചെന്നേ. അവിടെ ചെന്നതിന് ശേഷം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി. അതുപോലെ എന്തെങ്കിലും ഉണ്ടാവുമെന്നാണോ? ഒരിക്കലും ഇല്ല. എന്റെ അമ്മ കൈ പിടിച്ച് നിന്നെ കയറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ നീ കരയേണ്ട വരത്തില്ല നന്ദു. നിന്നെ പൊന്നുപോലെ എന്റെ അമ്മ നോക്കിക്കോളും. അല്ല, അത് അച്ഛൻ അറിയാവോ ഈ ബന്ധത്തെക്കുറിച്ച്? അച്ഛന് ചില സൂചനകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അച്ഛന് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അച്ഛന് സമ്മതക്കുറവൊന്നും വരത്തില്ല. അതുകൊണ്ട് ആ കാര്യം ഓർത്ത് നീ പേടിക്കണ്ട കേട്ടോ. അച്ഛൻ ഗൾഫിൽ നിന്നൊന്ന് വന്നോട്ടനെ തന്നെ നമ്മുടെ വിവാഹം നടത്തണം. നന്ദു നിന്ന് ഉരുകുവാണ്. അത് നവീന് മനസ്സിലാവുകയും ചെയ്തു. എന്താ നന്ദു നിന്റെ മുഖത്തൊരു വിഷമം പോലെ? ഒന്നുമില്ല നവീനേട്ടാ. അതെ, അവനോട് പറഞ്ഞേരെ. അവന്റെ കുടുംബത്തെ പല കേസുകളിൽ നിന്ന് ഞാൻ കേസുകൾ രക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന്. കൂട്ടുകാരെ ചതിക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ല. എങ്കിൽ ശരി നന്ദു, ഞാൻ പോട്ടേന്നും പറഞ്ഞുകൊണ്ട് നവീൻ അങ്ങോട്ട് പോയപ്പം നന്ദുവിന് ഭയങ്കര ടെൻഷനായി. എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്തൊരവസ്ഥ. കുറച്ച് കഴിഞ്ഞപ്പോൾ ദേവേനി ഹാളിലേക്ക് വരുമ്പോഴാണ് നവ്യ ഫോൺ വിളിക്കുന്നത് കേട്ടെ. ആണോ, നീ സരോവര ഹോസ്പിറ്റലിൽ പോയി ഒന്ന് നോക്കണം. അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയണം. അവൾക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ അന്വേഷിച്ചറിയണം എന്നൊക്കെ നവ്യ ഫോൺ വിളിക്കുന്നത് കേട്ടു. അപ്പോഴേക്കും ദേവേനിക്ക് സംശയമായി. ദേവേനി പിന്നീട് ഇങ്ങനെ ആലോചിക്കൊണ്ട് എത്തും പിടിയും കിട്ടുന്നില്ല. കാരണം അനഘ ഹോസ്പിറ്റലാണല്ലോ, സരോവര ഹോസ്പിറ്റലിൽ. ഇനിയിപ്പോൾ അവളെക്കുറിച്ച് അന്വേഷിക്കാനാണോ പറഞ്ഞിരിക്കുന്നത്? പിന്നീട് ദേവേനി ഹാളി വന്ന് ഇങ്ങനെ ഇരിക്കുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നയനെ ആദർശം കൂടെ വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ദേവേനി വെച്ച്, എന്തായി മോളെ കാര്യങ്ങളൊക്കെ പോയിട്ട്? നന്ദുവിനെ അനിയനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഞങ്ങൾ ചെന്ന. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മ ക്ഷേത്രത്തിൽ പോയിട്ട് വന്നിരിക്കുമായിരുന്നു. നവീന്റെ നന്ദുവിന്റെ ഒക്കെ ജാതകം നോക്കി നന്നായിട്ട് ചേരൂ എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഒന്നും സംസാരിക്കാനേ പറ്റിയില്ല. ഞങ്ങൾ തിരിച്ചു പോന്നെന്ന് പറഞ്ഞു. അല്ല എന്താമ്മേ, അത് ചോദിക്കാൻ വേണ്ടിയാണ് അമ്മ ഇവിടെ കാത്തിരുന്നേ? അതൊന്നുമില്ല. അത് ചോദിക്കാൻ വേണ്ടിയല്ല, മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാ. മറ്റൊരു കാര്യം? അതെ, ഇന്ന് നവി ഫോൺ വിളിക്കുന്നത് കേട്ടു. ഈ സരോവര ഹോസ്പിറ്റലല്ലേ അനഘയുള്ളേ? അതെ. എന്താമ്മേ? അല്ല, അവിടുത്തെ പേഷ്യന്റിന് എങ്ങനെയുണ്ട്? ഇടയ്ക്കിടയ്ക്ക് പോയി അന്വേഷിക്കണം എന്നൊക്കെ നവി ആരോടോ പറയുന്നത് കേട്ടു. അല്ല, വേറെ ആരും ഇവിടെ ഇല്ലല്ലോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അയക്കുന്നത്. അനഘ മാത്രമല്ലേ ഉള്ളൂ നമുക്ക് പരിചയമുള്ളേ. അതെ. അപ്പോഴേക്കും നയനിക്കും ടെൻഷനായി. നയന പറഞ്ഞു, ഞാനിങ്ങോട്ടേക്ക് വരുന്ന വഴി ആദർശേട്ടനോട് പറഞ്ഞ ഹോസ്പിറ്റലിൽ ഒന്ന് കയറിയിട്ട് വരാന്ന്. പക്ഷെ ആദർശേട്ടൻ പറഞ്ഞു വൈകുന്നേരം പോകാന്ന്. ഇത് കേട്ടത് ആദർശ് പറഞ്ഞു, എങ്കിൽ പിന്നെ ഇനിയിപ്പോൾ താമസിക്കണ്ട, നമുക്ക് ഇപ്പം തന്നെ പോയേക്കാന്ന് പറഞ്ഞു. അല്ല, എന്നാലും നവ്യ ആരോടായിരിക്കും അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരിക്കുക? നയന പറഞ്ഞു, അതെ. അല്ല, അവിടെ എന്തിനാ പോലും ഇപ്പം അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നത്? ചന്തുമോളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് നവ്യേച്ചിക്ക് ഇഷ്ടമില്ലോ, അപ്പം അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചിരിക്കുന്നു പറഞ്ഞു. ദേവേന് പറഞ്ഞു, അതെ, ചിലപ്പോൾ അങ്ങനെയായിരിക്കും. എന്നാലും നയനയുടെ ഉള്ളിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടായി. എന്തുകൊണ്ടായിരിക്കും ചേച്ചി അനയെക്കുറിച്ച് അന്വേഷിക്കണമെന്നുള്ള ഒരു ചിന്തയായിരുന്നു. പിന്നീട് അവർ രണ്ടുപേരും കൂടെ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആദർശം നയനും കൂടെ അങ്ങനെ സരോവര ഹോസ്പിറ്റലിലേക്ക് വന്നു. ഡോക്ടറെ ക്യാബിനിലേക്ക് ചെല്ലുവാണ്. ഡോക്ടറെ, ഇപ്പം അനഘയ്ക്ക് എങ്ങനെയുണ്ട്? നിങ്ങളെ ഞാനൊന്ന് വിളിക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. കൃത്യസമയത്ത് തന്നെ നിങ്ങൾ എത്തിയില്ലോ എന്ന് പറഞ്ഞു. എന്താ ഡോക്ടർ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എൻ്റെ മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല, അത് പിന്നെ അതെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. അത് ഞാൻ കാണിച്ചു തരാൻ വരാൻ പറഞ്ഞു. അങ്ങനെ അവരെയും കൊണ്ട് അനഘ കിടക്കുന്ന മുറിയിലേക്ക് ചെല്ലുവാണ്. ചെല്ലുന്ന സമയത്ത് 2 നേഴ്സുമാർ അനഘയെ കൈ പിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചന്തുമോള് ബെഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. നയനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ചന്തുമോള് ഓടി വന്നിട്ട് നയനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അതെ നയനമേ നോക്കിയേ, എൻ്റെ അമ്മ നടക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമായിരുന്നു ചന്തുമോൾക്ക്. അപ്പോഴേക്കും ഡോക്ടർ നേഴ്സുമാരോട് പറഞ്ഞു, ഇനി ഇതേ അനയെ കൊണ്ടുവന്ന് കിടത്തിക്കോ കേട്ടോ. ഇത്തിരി നടക്കാൻ തുടങ്ങിയെന്ന് വെച്ചാൽ ഒത്തിരി അങ്ങ് നടത്തിക്കൊന്നും വേണ്ട. അല്ല ഡോക്ടറെ, അനയ്ക്ക് സംസാരിക്കാൻ സംസാരശേഷി തിരികെ കിട്ടിയിട്ടില്ല. ഞങ്ങൾ കുറെ പരീക്ഷണങ്ങളൊക്കെ നടത്തി. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ എഴുന്നേറ്റ് നടക്കാണ്ട് തുടങ്ങിയത്. കോമ സ്റ്റേജിൽ കിടന്നിരുന്ന ആളല്ലേ, പെട്ടെന്ന് അങ്ങോട്ട് റിക്കവർ ആയിട്ട് വരാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പിന്നെ സംസാരശേഷി അധികം വൈകാതെ തന്നെ അതും കിട്ടും. പിന്നെ സംസാരശേഷി ഉണ്ടായിരുന്ന നിങ്ങളെ കണ്ടു കഴിയുമ്പോൾ എന്തൊക്കെ പറയാനുണ്ടായിരിക്കും അനയ്ക്ക്? വാദോരാതെ സംസാരിക്കണ്ടല്ലേന്ന് ചോദിച്ചു. അത് ശരിയാ. നയനയുടെ മുഖത്ത് ആദർശനെ നയനയും കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അല്ല, അനഘയുടെ മുഖത്ത് ആദർശനെ നയനയും കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നീട് ഡോക്ടർ ആദർശനോട് പറഞ്ഞു, ആദർശ വാ,
എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അപ്പോഴേക്കും നയന പറഞ്ഞു, ഞാൻ ചന്തുമോളോട് അല്പം സംസാരിക്കട്ടെ ആദർശേട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ആദർശ് ഡോക്ടറുടെ ക്യാബിനിലേക്ക് എന്നു. എന്താ ഡോക്ടർ? അല്ല, ആദർശ് മുമ്പേ ചോദിച്ചല്ലോ, എന്നാ എനിക്ക് സംസാരിക്കാൻ പറ്റുമോന്ന്. സംസാരിച്ച ശേഷം അധികം വൈകാതെ തന്നെ തിരിച്ചു കിട്ടുമെന്നാണ് ഞങ്ങളുടെ നിഗമനം. പെട്ടെന്ന് ആദർശ് ചോദിച്ചു, ഡോക്ടറെ, അനികയെ കാണാനായിട്ട് ഇവിടെ വേറെ ആരെങ്കിലും വരാറുണ്ടോ? അങ്ങനെ വരാറില്ല. അനയ്ക്ക് ഭീഷണി ഉള്ളതുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് ആരെ അങ്ങനെ കാണാൻ അനുവദിക്കാറില്ല. പിന്നെ ഇടയ്ക്കൊരു പെൺകുട്ടി വന്നിട്ടുണ്ടായിരുന്നു, മുറി മാറി കയറിയതാന്നും പറഞ്ഞുകൊണ്ട്. അതെ, പക്ഷെ മുറി മാറി കയറിയതാന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. പിന്നെ ഞങ്ങൾ ഇവിടുത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഇതിനു മുമ്പ് ആ പെൺകുട്ടി ഇവിടെ വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. അല്ല, അതേതാ പെൺകുട്ടി? ഒരു കാര്യം ചെയ്യാം, ആദർശ് നയനയുടെ ചന്തുമോളുടെ അടുത്തേക്ക് ചെല്ല, അപ്പോഴേക്കും ഞാൻ അത് കോപ്പി ചെയ്ത് വെക്കാൻ പറയാന്ന് പറഞ്ഞു. അങ്ങനെ ആദർശ് ചന്തുമോളുടെയൊക്കെ അടുത്തേക്ക് പോയി. കുറച്ച് സമയം ചന്തുമോളെയൊക്കെ കളിപ്പിച്ച് അവളുടെ അടുത്തിരുന്നിട്ടാണ് അവർ തിരികെ പോരുന്ന വഴിക്ക് തന്നെ സേവ്യറിന്റെ അടുത്തേക്ക് കയറി. അങ്ങനെ സേവ്യറിന്റെ അടുത്ത് കയറിയിട്ട് ആ പെൺഡ്രൈവും കാര്യങ്ങളും കൊടുക്കുകയാണ്. അപ്പം സേവ്യർ അതെല്ലാം കോപ്പി ചെയ്ത് നോക്കി. ആ പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്കൊരു പരിചയം തോന്നിയില്ല. അത് നമിതയായിരുന്നു, നവ്യയുടെ കൂട്ടുകാരി. അപ്പൊ ഇവളാണ് കക്ഷിയല്ലേ? അതെ. ഒരു കാര്യം ചെയ്യണം സേവ്യറെ, ഇനിയിപ്പം നവ്യയുടെ ഫോണിലേക്ക് ആരുടെ ഫോണിൽ നിന്നൊക്കെ കോള് വരുന്നുണ്ട്, ഏതൊക്കെ നമ്പർ വരുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നീ ഒന്ന് സെർച്ച് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എത്രയും പെട്ടെന്ന് തന്നെ നീ കണ്ടെത്തണം. അതൊക്കെ ഞാൻ കണ്ടെത്താം. ഇനി ഒരു കാരണവശാലും ഒരിടത്തൊരു അബദ്ധം പറ്റാൻ പാടില്ല എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു ആദർശിന്റെ മനസ്സിൽ. ഈ സമയത്ത് നയന പറഞ്ഞു, അല്ല ആദർശ എന്നെ ഇടയ്ക്കിടയ്ക്ക് സഹായിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടല്ലോ നമ്പർ. അതെ, ആ നമ്പരും ഉണ്ട്. അതിനകത്തേക്ക് വരുന്ന കോൾസ് ഒക്കെ സേവ്യർ ഒന്ന് നോക്കണമെന്ന് പറഞ്ഞു. സേവ്യർ പറഞ്ഞു, ആ നമ്പറിലുള്ള പെൺകുട്ടിയാണെങ്കിലും ആണാണെങ്കിലും അത് ആദർശ് സാറിനെ സഹായിക്കുമല്ലേ ചെയ്യുന്നേ? അതെ, സഹായിക്കുക തന്നെ ചെയ്യുന്നേ. എന്നാലും പക്ഷെ അത് ആരാ എന്താന്നൊക്കെ നമുക്കൊന്നും അറിയണ്ടെന്ന് ചോദിച്ചു. അങ്ങനെ അവരവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നയന പറഞ്ഞു, ആദർശേട്ടാ, എന്നാലും നവ്യേച്ചി എന്തുകൊണ്ടായിരിക്കും അനഘയെക്കുറിച്ച് അന്വേഷിച്ചേ? സിമ്പിളല്ലേ, മിക്കവാറും അനയ്ക്ക് സംസാരശേഷി തിരികെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതറിയാൻ വേണ്ടിയിട്ടായിരിക്കും. അഭി ചിലപ്പോൾ പറഞ്ഞാണോന്നും അറിയില്ലല്ലോ. ഈ പറയുന്ന ആ പെൺകുട്ടിയെ അഭി പറഞ്ഞു വിട്ടതായിരിക്കും, അവളുടെ ഇമ്പ്രൂവ്മെന്റും കാര്യങ്ങളും അറിയാൻ വേണ്ടി അനഘയുടെ. അങ്ങനെ വരുമോ? എനിക്ക് അങ്ങനെ തന്നെയാ തോന്നുന്നേ. എന്നാലും നവ്യേച്ചിയുടെ സ്വഭാവേ, നവ്യേച്ചി സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും എങ്ങനെ ഇങ്ങനെ മാറുന്നു? അതെ, അഭിയുടെ നിയന്ത്രണത്തിലല്ലേ നിന്റെ നവ്യേച്ചി. സാധാരണഗതിയിൽ ഒരു പെൺകുട്ടിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അഭി ചെയ്തേ. എന്നിട്ട് പോലും അഭിയെ നിന്റെ നവ്യേച്ചി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത്രമാത്രം നിന്റെ നവ്യേച്ചിക്ക് മാറ്റമുണ്ടെന്നല്ലേ അറിയാൻ കഴിയേണ്ടത്. അത് ശരിയാ, പക്ഷേ നവ്യേച്ചി അങ്ങനെയൊന്നും വിശ്വസിക്കുന്ന ആളല്ല. ഇതിപ്പോ എന്താ സംഭവിച്ചതെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. നമുക്ക് കണ്ടെത്താം, വൈകാതെ തന്നെ കണ്ടെത്താൻ പറ്റും. സേവ്യർ എന്തായാലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരുമല്ലോ. നിന്റെ നവ്യേച്ചിയുടെ ഫോണിലേക്ക് വരുന്ന കോൾസും കാര്യങ്ങളൊക്കെ ആരുടെയാന്ന് നമുക്ക് കാത്തിരിക്കാന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ കഥകളൊക്കെ ഒന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.